ലാസ്റ്റ് പടമായതുകൊണ്ട് എന്തായാലും ആൾക്കാർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കാണും. പുള്ളി പിന്നെ എനിക്ക് തോന്നുന്നത് പുള്ളി ഓരോന്നും ആകുമ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ വിജയുടെ ഫാൻസുകാർക്ക് എന്തായാലും പുള്ളി ഒരു അഭിനയത്തോട് നിർത്തണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ലാസ്റ്റ് പടം എന്ന് പറഞ്ഞെങ്കിൽ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ട് വേണം ഒരു സിനിമ നിർത്താൻ. നമ്മൾ സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ലൊരു പീക്കായിട്ടുള്ളൊരു സിനിമ ചെയ്ത് പുള്ളി നിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകനെന്നുള്ള നിലയിൽ എനിക്കുള്ളത്. ജനനായകൻ വിജയുടെ അവസാനത്തെ സിനിമ, അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഇറങ്ങിയ പാട്ടുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഈ അടുത്താണ് മലേഷ്യയിൽ വെച്ചിട്ട് അതിൻ്റെ ഓഡിയോ ലോഞ്ച്. അപ്പം സിനിമയ്ക്ക് അമ്മാതിരി ഹൈപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓഡിയൻസിൻ്റെ ഒരു വേർഡ് ഓഫ് മൗത്തിന് തന്നെ ആയിരിക്കും ഇന്നത്തെ കാലത്ത്. നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും വേർഡ് ഓഫ് മൗത്തിന് തന്നെ ആയിരിക്കും ഈ ഒരു അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഒരു സിനിമ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ ഉണ്ട് ബ്രോ, കാരണം തളപതിയുടെ ലാസ്റ്റ് പടമല്ലേ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. തളപതിക്ക് ഇരിക്കുന്ന തട്ട് താഴത്തില്ലെന്ന് തന്നെയാണ്. കാരണം പടം നല്ല രീതിയിൽ പോകും, കാരണം ലാസ്റ്റ് പടമാണ്. ഇനി എന്തൊക്കെ നെഗറ്റീവ് വന്നാലും പടത്തിന് നല്ല രീതിയിൽ എന്ന് പറയാം ഫാൻസ് അല്ലെങ്കിൽ എല്ലാവരും പടം കയറി കാണും, പടം നല്ല രീതിയിൽ പോകും എന്ന് തന്നെ ഉണ്ട്. കാരണം ഇനിയൊരു വിജയ് പടം ഇല്ല, അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. സംഭവം നല്ല ഒരു നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വിജയുടെ അവസാനത്തെ പടമല്ലേ ഇത്. കഴിഞ്ഞാൽ പുള്ളി സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാൻസിന് നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. ഇതൊരു വൻ ഹിറ്റാവും. സാധാരണ വിജയുടെ ഒരു പടം പോലും തിയേറ്ററിൽ ഗൂസ് ബംസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വൻ ഹിറ്റാവും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബ്രോ ലാസ്റ്റ് മൂവിയാണ്. അതില്ലാതെ നമ്മളിപ്പം ഒരു എക്സ്പെക്ടേഷനോടെ ഇരിക്കാൻ. ലാസ്റ്റ് മൂവിയാണ്, അതിൻ്റെ എന്ത് കാര്യം പിടിയില്ല. നോക്കണം, കണ്ടെന്തായാലും അറുമാതിരിക്കണം, അത്രേ ഉള്ളൂ. പ്രതീക്ഷ ഉണ്ട്, എന്തായാലും ക്ലിക്കാവും. ലാസ്റ്റ് മൂവിയില്ല, അങ്ങേര് കനമായിട്ട് ഇറക്കും, ആ ഒരു പ്രതീക്ഷ ഉണ്ട്. ലാസ്റ്റ് പടത്തിന് നല്ല വിജയം കിട്ടിയേ കൊള്ളാം. സിനിമയിൽ ഇത് എന്തൊക്കെ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് അവർ വിടാത്തത്. പക്ഷേ സിനിമ ഒരു 3 മണിക്കൂർ ഉണ്ടെന്നാണ് പറയുന്നത് അവർ. അതിൽ ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ നമ്മളെ ഫാൻസിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ഇതുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നു. லாஸ்ட் படம் உசிரே கொடுக்குற மாதிரி, கடைசி படம்னால ஃபேன்ஸுக்கு எவ்வளோ இயங்குவாங்க அந்த மாதிரி உசிரே கொடுப்பாங்க. ஆனால் தளபதி தான் மெயின். கடைசி படம்ல இந்த லாஸ்ட்னால அது ஒரு ஃபேன்ஸுக்கு எதிர்பார்ப்பு. കേരളത്തിൽ മാത്രമല്ല, ആൾ ഇന്ത്യയിൽ തളപതി തന്നെ. മലേഷ്യയിലെ കണ്ടില്ലേ, ഇപ്പൊ തിരക്ക് കണ്ടില്ലേ, അതാണ് തളപതിയുടെ പവർ. യാത് പടം എന്തായാലും തളപതി തന്നെ പടം. அஜித் ஃபேன்ஸோட தளபதிக்கு தான் சப்போர்ட்.